മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഈ സൂര്യന്റെ ശബ്ദം ഓംകാരമാണ്. അത് നാസ അനലൈസ് ചെയ്തപ്പോൾ ഓംകാരമായിട്ട് അവർക്ക് ഏതോ ഇൻസ്ട്രുമെന്റിലോ ടോണോഗ്രാഫിലോ കിട്ടി എന്ന് പറഞ്ഞ് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അതേപോലെ വേറൊരു മെസ്സേജ് സ്പ്രെഡ് ആവുന്നത് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിരിക്കുന്ന എൻവയോൺമെന്റൽ പൊല്യൂഷന്റെ മാനോമീറ്റർ, അത് അളക്കാൻ ഉപയോഗിക്കുന്ന മീറ്റർ തിരുവനന്തപുരത്ത് വന്നപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന, അത് നിർമ്മിച്ചിരിക്കുന്ന കമ്പനിയിലെ ഏജന്റുമാരും നിർമ്മാതാക്കളും എല്ലാവരും വന്ന് അത് റിപ്പയർ ചെയ്യാൻ നോക്കി. അത് റിപ്പയർ ആവുന്നില്ല. അവസാനം ആ എക്യുപ്മെന്റ് ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് നോക്കിയപ്പോൾ ബാംഗ്ലൂരിൽ അതൊരു കുഴപ്പമില്ലാണ്ട് പ്രവർത്തിക്കുന്നു, തിരുവനന്തപുരത്ത് വരുമ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. ഇങ്ങനെയുള്ള ചില വരികള്, പിന്നെ ചില ധാരണകള് മനസ്സിൽ വെച്ചുകൊണ്ട് ഇല്ലാത്ത ചിലത്, അല്ലെങ്കിൽ ഉള്ളതിനെ എക്സാജറേറ്റ് ചെയ്തിട്ട് വിവരിക്കുന്ന ധാരാളം വാട്സപ്പ് മെസ്സേജുകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുപേര് എന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ശരിയാണോ എന്നുള്ളത്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഈ ഒരേ കാര്യങ്ങള് പലരും ആവർത്തിച്ച് പറഞ്ഞ് ചെവികളിൽ നിന്ന് വായിലേക്ക്, വായിൽ നിന്ന് ചെവികളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ, മൗത്ത് ടു ഇയർ പോകുമ്പോൾ ചിലപ്പോൾ വളരെ സിമ്പിൾ കാര്യം എക്സാജറേറ്റ് ചെയ്ത് വളരെ വലിയ കാര്യമായി മാറും. ഞാൻ തന്നെ പ്രഭാഷണത്തിൽ പറയുന്ന ചില കാര്യം, ഉദാഹരണമായിട്ട് ആൽമരത്തിന്റെ ചുവട്ടില് ഓസോൺ ഉണ്ട് എന്ന് റൂർക്കി യൂണിവേഴ്സിറ്റിയില് ഒരു സ്റ്റഡിയിൽ മെഷർ ചെയ്തിട്ടുണ്ട്. അത് കുറഞ്ഞ ഡോസിൽ ശ്വാസകോശത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ആസ്മ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഇല്ലാതെയാക്കും എന്ന് ഞാൻ എഴുതി. അതിന് നേരെ കൗണ്ടർ ചെയ്തുകൊണ്ട് 5 മിനിറ്റിനകോ 50 മിനിറ്റിനകോ ഒരാൾ കമന്റ് ചെയ്തു, ഓസോൺ ഡെഡ്ലി പോയിസണസ് ആയിട്ടുള്ള ഒരു വാതകമാണ്, അതെങ്ങനെ ആസ്മ ഇല്ലാതെയാക്കുന്നത്, ആൾ ചത്തുപോകില്ലേ എന്ന്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, വളരെ ചെറിയ ഡോസിൽ 30 ppm ലെവലിലാണ്. അപ്പൊ പകുതി മാറ്റിയിട്ട് അയാളുടേതായിട്ടുള്ള വീക്ഷണം അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ അതിനെ ഡിസ്റ്റോർട്ട് ചെയ്തു. ഇതേപോലെ നാസ ഈ ഓംകാരമാണെന്ന് കണ്ടുപിടിച്ചു എന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള യാതൊരു വിവരവും ഈ വാട്സപ്പിലൂടെ കിട്ടുന്നതല്ലാതെ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കിട്ടാത്തത് കൊണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് എനിക്ക് പറയാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇല്ലാത്ത പലതിനെയും അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്ത് പലതിനെയും, ഉറപ്പില്ലാത്ത പലതിനെയും കുറിച്ച് ആധികാരികമായിട്ട് പ്രചരിപ്പിക്കുമ്പോൾ പറ്റുന്ന വലിയ അബദ്ധം, ധന്യമായ നമ്മുടെ പൈതൃകം അത് പറയുന്നതും അതിൽ പറയുന്നതും പോലും തെറ്റാണെന്ന് പിന്നീട് തിരിച്ച് ആൾക്കാർ വിചാരിക്കാൻ തുടങ്ങി. വേണ്ടതിനെയും വേണ്ടാത്തതിനെയും ഉള്ളതിനെയും ഇല്ലാത്തതിനെയും ചെറുതിനെ വലുതാക്കിയും എല്ലാം ചിലതൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ പരിണത ബലം എന്ന് പറയുന്നത് ഇവിടെയുള്ള നന്മ നിറഞ്ഞത് പോലും സംശയദൃഷ്ടിയോടുകൂടി കാണുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഒരു ആലിന്റെ ഇലയില് ഒരു യേശുക്രിസ്തുവിനെ കന്യാമറിയത്തെയും വെച്ച് നമുക്കുള്ളതും പോയി എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. ആ നമുക്കുള്ളതും പോയി എന്നുള്ള പദപ്രയോഗം എത്ര വൃത്തികെട്ട പദപ്രയോഗമാണ്. നമുക്കത് മാത്രമേ ഉള്ളൂ, ഈ ആലിന്റെ ഇല മാത്രമേ നമുക്കുള്ളൂ. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. നമുക്ക് ഉള്ളതും പോയി അല്ലെങ്കിൽ ഉള്ളതും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. അത് നല്ല ആധികാരികമായിട്ട് പൈതൃകം പ്രചരിപ്പിക്കുന്ന വ്യക്തികളിലൂടെയാണ് അത് പ്രചരിക്കുന്നത് പോലും ചിലപ്പോ. അപ്പൊ ഞാൻ പറയുന്നത് ചിലതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ശരിയായിരിക്കാം. ഞാൻ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അത് ഈ നിർമുക്ത എന്ന യുക്തിവാദികളുടെ സംഘടന എടുത്തിട്ട് ഭയങ്കരമായിട്ട് അതിനെ വിമർശിച്ചു. അതായത് ഒരു ഫോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ മറ്റൊരെണ്ണം ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങും. +1 +1/2 സ്പിൻ ക്വാണ്ടം നമ്പറും -1/2 സ്പിൻ ക്വാണ്ടം നമ്പർ എന്നാണ് അതിന് പറയാം. ഇതിലെ
ഒരു ഇലക്ട്രോണിനെ എടുത്ത് ഇവിടെ നിന്ന് 1 മില്യൺ കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ ഡയറക്ഷൻ മാറ്റിയാൽ അതിന്റെയും ഡയറക്ഷൻ മാറും എന്നുള്ളത് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ്. ഭയങ്കര വികാരത്തോടു കൂടി ചിലരെ എതിർത്തു. ചിലരെ എതിർത്തതിൽ എനിക്കെന്താ കുഴപ്പമുള്ളത്? ഡോക്ടർ കെ പ്രഭാകരൻ നായർ എന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സിന്റെ ഫോട്ടോണിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രഭാകരൻ നായർ എന്ന് പറയുന്ന ആ വ്യക്തി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ വരികളാണ് ഞാൻ പറഞ്ഞത്. കേരള യൂണിവേഴ്സിറ്റിയിലെ 10-30 പേർക്ക് PhD ഉണ്ടാക്കി കൊടുത്ത പ്രഗത്ഭനായിട്ടുള്ള പ്രൊഫസർ, ശാന്തനായിട്ടുള്ള പ്രൊഫസർ, അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനെ എനിക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ആധികാരികമായിട്ട് പറഞ്ഞത് ആ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടാ പറഞ്ഞതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് ഞാൻ പറഞ്ഞത്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന ഋഗ്വേദത്തിലെ ഉപനിഷത്തായിട്ടുള്ള ഐതരേയ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശമാണ് പ്രജ്ഞാനം ബ്രഹ്മ. 1999 ഡോക്ടർ ഗുന്ദർ എന്ന വ്യക്തിക്ക് നോബൽ സമ്മാനം കിട്ടിയതും പ്രോട്ടീൻ മോളിക്യൂളുകൾക്ക് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ടെന്ന് തെളിയിച്ചതിനാണ്. ഞാനിവിടെ പറയുന്നത് നമുക്ക് ആധികാരികമായിട്ട് ഇന്ന റെഫറൻസിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കുമെങ്കിൽ അന്ന പുസ്തകം ആയതുകൊണ്ട് കുഴപ്പമില്ല പറയാം. നേരെ മറിച്ച് സൂര്യന്റെ ശബ്ദം ഓംകാരമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോ അത് ശരിയാണോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തയിടത്തോളം അതിനെക്കുറിച്ച് കമന്റ് പറയാനോ ശരിയെന്ന് പറയാനോ അല്ലെങ്കിൽ മറിച്ച് തെറ്റെന്ന് പറയാനോ സാധിക്കില്ല. ധാരാളം വ്യക്തികൾ ആരോ എന്തോ എങ്ങനെയോ എവിടെ വെച്ചോ എങ്ങനെയൊക്കെയോ പറയുന്നു, അതിന്റെ ഉത്തരം കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് ബന്ധപ്പെടാറുണ്ട്. ഇന്നലെ അങ്ങനെ നല്ല ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയും ചോദിച്ചിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന സംശയം രാവിലെ തോന്നിയിരുന്നു. കാരണം ഈ വെള്ളായണി ദേവിയുടെ തിരുമുടി വീടുകളിലേക്ക് വരുന്ന ദിവസമാണ്. എൻ്റെ വീടിന്റെ ചുറ്റും മൈക്ക് സെറ്റ് വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കും കേൾക്കാം പാട്ട്. ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അത് വാക്ക് കൊടുത്തതിന് തെറ്റാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലത് എക്സാജറേറ്റഡ് ആണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ അത്ര കാര്യമായിട്ട് വേവലാതിപ്പെട്ട് ചിന്തിച്ച് ശരിയാണോ എന്ന് അന്വേഷിച്ചു പോകണ്ട. ഈ ഉള്ളത് 10,000 ടൺ ഇവിടെ ഉണ്ട്. അതിലേതെങ്കിലൊക്കെ എടുത്ത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തില് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇല്ലാത്തതിനെ കുറിച്ച് ഞാൻ കമന്റ് പറയില്ല. അതേപോലെ ഒന്നാണ് സംഗീതത്തിന്റെ സപ്തസ്വരങ്ങളെ കുറിച്ചും ആരോഹണം അവരോഹണം നൃത്യങ്ങള് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഇതോ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ, ഒരല്പം പോലും അറിഞ്ഞൂടാ. അത് കാരണം അങ്ങനെ പാട്ടുപാടിയതിൽ ജനങ്ങൾ ആസ്വദിച്ചു എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും പറയാമെന്നല്ലാതെ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. അറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അറിയുന്ന വിഷയത്തോട് ഞാൻ കാണിക്കുന്ന നീതി അഥവാ അത് വിവരിക്കുമ്പോൾ കാണിക്കുന്ന നീതി മറ്റുള്ളവർക്ക് വിശ്വാസ്യത നഷ്ടപ്പെടാൻ കാരണമാകുന്നത് കൊണ്ടാണ് ചിലത് ഞാൻ വിവരിക്കാത്തത്. പ്രണാമം, നമസ്കാരം.